നേച്ചർ ഓഫ് ഇമേജ് ബേസ്ഡ് ഓൺ മാഗ്നിഫിക്കേഷൻ. അതായത് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ എന്താണ് ഈക്വൽ ടു 1 എന്നൊക്കെ വരാം. അപ്പൊ അതനുസരിച്ചിട്ട് അതിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതാ നോക്കൂ കേട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കേട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഈക്വൽ ടു 1 വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 1 വരുവാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും എങ്ങനെയായിരിക്കും? അത് ഒരുപോലെ തന്നെയായിരിക്കും ഇല്ലേ? അതായത് സൈസ് എങ്ങനെയായിരിക്കും? സെയിം സൈസ് ആയിരിക്കും കേട്ടോ. സൈസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ലെസ് ദാൻ 1, അതായത് 1-ൽ കുറവൊക്കെ വരാം, പോയിന്റ് വാല്യൂ ഒക്കെ വരാമല്ലോ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, അതായത് ചെറിയ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റിനേക്കാളും കേട്ടോ. കമ്പയറിംഗ് ടു ഒബ്ജക്റ്റ് ആണ് കേട്ടോ, വസ്തുവിനുമായിട്ട് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. വസ്തുവിനേക്കാളും എങ്ങനെയായിരിക്കും? ചെറുതായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുവാണ് മാഗ്നിഫിക്കേഷൻ വാല്യൂ. നിങ്ങൾക്ക് അറിയാം പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പ്ലസ് എന്നും ഇല്ലേ, ഇപ്പൊ +2 അല്ലെങ്കിൽ -2 എന്നൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ഒക്കെ വരുവാണെങ്കിൽ ഓർത്തിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ, അങ്ങനെ വരുവാണെങ്കിൽ ഇമേജിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓർക്കോട്ടെ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ്? ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വലും ഇറക്റ്റും ഒരുമിച്ചാണ് വരുന്നത്, നമുക്കറിയാം അല്ലേ. അപ്പൊ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇമേജ് എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കോൺവെക്സ് ലെൻസ് ഫോംസ് ആൻ ഇമേജ് ഓഫ് മാഗ്നിഫിക്കേഷൻ +2. എമ്മിന്റെ വാല്യൂ എന്ന് വെച്ചാൽ +2 ആണെന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം മൈൻഡിൽ വരിക. എമ്മിന്റെ വാല്യൂ എങ്ങനെയാണ്? പോസിറ്റീവ് വന്നു ഇല്ലേ. പോസിറ്റീവ് വന്നപ്പോൾ നമുക്ക് ഏതാണ് വരുന്നത്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ്? വെർച്വൽ ഇല്ലേ. അത് ആദ്യമേ ചോദിച്ചിരിക്കുന്നത് ഇമേജ് ഈസ് റിയൽ ആണോ വെർച്വൽ ആണോ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് വെർച്വൽ ആണെന്ന് പറയാം ഇല്ലേ. ഇമേജ് ഈസ് ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്. വെർച്വൽ ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും ഇല്ലേ. വെർച്വൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇനി എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണെന്ന് ഇതാ നോക്കുക. 2 ആണ് വാല്യൂ വന്നത്. 2 വന്നു, അതായത് 1-നേക്കാളും കൂടുതലാണ്, എൻലാർജ്ഡ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു 5 കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്